ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് മലബാർ ചിക്കൻ ബിരിയാണി ചെയ്യാൻ പോകും അല്ലേ? മലബാർ ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും അത് അറിയില്ലാത്തവർക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു വെക്കുക. ഏത് സാധാരണക്കാരനും ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 4 പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമ്മളിവിടെ ഒരു പച്ചമുളകുണ്ട്, പുതിനയിലയുണ്ട്, ജിഞ്ചറുണ്ട്, വെളുത്തുള്ളിയുണ്ട്, സവോളയുണ്ട്, തക്കാളിയുണ്ട്. അപ്പോൾ കുറച്ച് സവോള നമ്മൾ മൊത്തം ഒരു 5 സവോളമെങ്കിലും വേണം. അപ്പോൾ അതിൽ 2 സവോള നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ബാക്കി നമ്മൾ മസാലയ്ക്ക് വേണ്ടി, ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് സവോള എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം. അപ്പോൾ 1 കിലോ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ റോസ് വാട്ടർ ഉണ്ട്. അതുകൂടാതെ കുരുമുളക് പൊടിയുണ്ട്. ഇനിയിപ്പോൾ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കണം. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനിലേക്ക് അര നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി പുരട്ടി നന്നായിട്ട് ചിക്കൻ റെസ്റ്റ് ചെയ്യുക. റെസ്റ്റിന് വെക്കണം. 2 സ്പൂൺ നെയ്യ്. നമ്മൾ കുക്കറിലാണ് ചെയ്യണമെങ്കിൽ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ് കുക്കറിൽ ചേർത്ത് കൊടുക്കുക. 5 ഏലക്ക, 10 ഗ്രാമ്പു, 2 ജാതിപത്രി, കറുവാപ്പട്ട, ഇത്ര സാധനം അതിലേക്ക് ഇടുക. കറുവാപ്പട്ട, കുരുമുളക്, ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. തക്കാളി വാടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വാടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. സവാള വാടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, അത് പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചേർത്ത് കൊടുക്കുക. നല്ല കട്ട തൈരുണ്ടെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. പറഞ്ഞു നമുക്ക് സവോള വറുത്ത് കോരാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഡാൽഡ ഒഴിക്കാം. ഡാൽഡ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് സവോള ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാം പാകത്തിന്. വറുത്ത് വെച്ചിരിക്കുന്ന സവോള കുറച്ച് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. പൊടിച്ച സവോള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി മസാലയുടെ അകത്ത് നിന്ന് കുറച്ച് വെള്ളം നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇനി ചോറിനകത്ത് ചേർത്ത് കൊടുക്കും. ചുവയൊക്കെ ചോറിനുണ്ടാവും. അതിനായിട്ട് അടുപ്പത്ത് ഒരു മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമ്പു, കറുവാപ്പട്ട, കുരുമുളക്, ജീരകം ഇട്ട് കൊടുക്കണം. കാരണം ഉപ്പും അരിയും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കി ഇട്ട് കൊടുക്കണം. ആദ്യമേ ഏതായാലും 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പറഞ്ഞു നമ്മൾ സവോള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കശുവണ്ടി പരിപ്പും കിസ്മസും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണിയിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് ചോറ് കുത്തിപ്പറ്റിക്കുന്നതിനേക്കാൾ നല്ല കോരി എടുക്കുന്നതായിരിക്കും. കാരണം കുത്തിപ്പറ്റിച്ചാൽ കറക്റ്റ് അല്ലേ, ചോറെല്ലാം കൂടി കട്ടയായി നാശമായി പോകും. നമ്മളിപ്പോൾ ഒരു അടികട്ടിയുള്ള പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുക്കറിൽ ശരിയാക്കിയ മസാല ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി ദമ്മ് ശരിയാക്കുന്ന ഈ പാത്രത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ചോറ് ദമ്മിന് വേണ്ടി ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയുടെ ആ വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ചോറിന് നല്ല ചിക്കൻ്റെ
സ്മെല്ലുണ്ടാവും. മസാല ഇടാം. അണ്ടിപ്പരിപ്പും മുന്തിരി തൂളി കൊടുക്കാം. ബാക്കി ചോറ് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം.